അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു തങ്ങള്, കൂറത്തങ്ങള്, ആ തങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പുതിയ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. CM-നെ അള്ളയാണെന്ന് വരെ പറഞ്ഞു വെച്ച ആളുകള് അവർ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ആദ്യമായിക്കൂടെ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്, കൂറത്തങ്ങളെ അമിതമായി വർണ്ണിച്ചുകൊണ്ട് ഒരു ലക്കും ലഗാനുമില്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ചെറിയൊരു പ്രഭാഷണം നമുക്കൊന്ന് കേട്ടുവരാം. എന്റെ പോലെ നോക്കണ്ട, ഇത് ഭയങ്കര ഉമ്മാന്റെ പുറത്തം കിട്ടിയ ആളാണ്, തീയാണ്, സൂക്ഷിക്കണം. അതന്നെ ഞാൻ ഉള്ളാളത്തോട് കേളിട്ടു. ഉഷാർ, എല്ലാരും കളിച്ച പോലെ കളിക്കണ്ട, അത് തൊട്ടാൽ അവർക്ക് ചെയ്ത ആൾക്കാരുടെ സ്ഥിതി എന്തായി? ഒരുത്തൻ പരന്തനായി, ഒരുത്തൻ ചത്തുപോയി. കണ്ടിട്ടില്ലേ? എവിടെയാ ചത്ത ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. ഇതിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിമക്കിത് ಗೊತ್ತಿಲ್ವಾ? ಗೊತ್ತಿಲ್ಲ. എന്ത് ಗೊತ್ತಿಲ್ಲ എന്നാ പറയണത്? ഒരാള് മരിച്ചു പോകുന്നത് ഒരാളുടെ കുരുത്തക്കേടാണോ? കരുണാനിധിയെ അല്ലേ? കരുണാനിധിയുടെ കണ്ണടിയും വെച്ചിട്ട് ഇരുന്നിട്ട് നോണ പറയണേ. അല്ല സഹോദരന്മാരെ, ഒരാൾക്ക് രോഗം വരുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത്, അതുപോലെ മരിച്ചു പോകുന്നത്, അതൊക്കെ കുരുത്തക്കേടാണെങ്കിൽ ഈ ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ മുതലേ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരുമാണ്. മരിക്കാത്ത ഒരാളുമില്ല. കാര്യം എന്താ? മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോ മരണമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അപകടമോ ഭ്രാന്താവലോ, ഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CM-ന് ഭ്രാന്ത് പിടിച്ചത് ആരുടെ കുരുത്തക്കേട് കൊണ്ടായിരുന്നു? എന്ത് നോണയാണ് മോലിയർ എങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മലയാളം പറയാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറയാതിരിക്കുക എന്നുള്ള ആ ഒരു സാമാന്യ മര്യാദയും കൂടി നിങ്ങൾക്ക് ഇല്ലേ? നമുക്ക് അറിയാത്ത ഭാഷയിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ വിഡിത്തങ്ങളൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ ബോറായി പോവുക എന്നുള്ള ആ ഒരു അവസ്ഥയാണ് വന്നു പോയിട്ടുള്ളത്. ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് സാധുക്കളായ ആളുകളുടെ പണമാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവര് ആരെ അള്ളയാക്കാനും ഒരു മടിയില്ല എന്നുള്ളതല്ലേ നമ്മള് ഈ കണ്ട വീഡിയോകളിലൂടെയും ഇവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ഇവരുടെ എഴുത്തുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു മനുഷ്യനെ അള്ളയാണെന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു നന്ദികെട്ട വർഗമായിക്കൊണ്ട് ഇവര് പിഴച്ചു പോയിട്ടുണ്ട്. കൂറത്തങ്ങള് ഈ ഹയാത്ത് കാലത്തായാലും ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. വിശക്കുമ്പോ തിന്നുമായിരുന്നു, ദാഹിക്കുമ്പോ കുടിക്കുമായിരുന്നു, മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ മൂത്രമൊഴിക്കുമായിരുന്നു, കക്കൂസ് പോകാൻ മുട്ടുമ്പോ അപ്പിടാൻ മുട്ടുമ്പോ അത് കക്കൂസ് പോയിട്ട് ഇടുമായിരുന്നു. ഇത്രേ ഉള്ളൂ. ഉറക്കം വരുമ്പോ ഉറങ്ങുമായിരുന്നു. മരിക്കാൻ സമയമായപ്പോ മരിക്കുകയും ചെയ്തു. ഇതിന്റെ അപ്പുറം എന്ത് തേങ്ങാക്കൊലയുള്ളത്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണ്ടേ? അയാള് ഹയാത്ത് കാലത്ത് ഒരു സാധാരണ മനുഷ്യൻ എന്നതിനപ്പുറമായിക്കൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ. പിന്നെയും ഈ ആളുകൾ മരിച്ചാണ്ട് കഴിഞ്ഞാൽ മണ്ണിനടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങും. അത്രക്ക് വലിയ സുജായിമാരായിരുന്നു വെച്ചാൽ പിന്നെ എന്തിനാ നിങ്ങൾ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടത്? 2 ദിവസം കഴിഞ്ഞാല് അത് ചീഞ്ഞു നാറും അല്ലേ? അതന്നെ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുള്ള സാധാരണക്കാരായ കുറച്ച് ആളുകള്. പിന്നെ ഓലിക്കൊരു തങ്ങള് എന്നുള്ളൊരു വാലും അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടെങ്കിൽ, നന്ദികേട് പ്രവർത്തിക്കുവാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ എന്തും പറയുക, എന്തും ചെയ്യുക എന്നുള്ള ആ ഒരു ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. പേരോട് പറഞ്ഞത് എന്താണ്? നിങ്ങള് ഒരു മയത്തിലൊക്കെ പറയുന്ന പറഞ്ഞത് അല്ലേ? ഒരു മയത്തിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുണ പറയുമ്പോ ഒക്കണം നോണ, ഒരു രസമുള്ള നുണ നിങ്ങൾ പറയണ്ടേ. കർണാടകയിലാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടക്കുന്നത്. എന്നാൽ കർണാടകയിലുള്ള ആളുകള്, ഇപ്പോ കാസർഗോഡ് കർണാടക ബോർഡറിലൊക്കെ ഉള്ള ആളുകള്, അവർക്കൊക്കെ കാര്യം ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ അള്ളയാണെന്ന് പറയുന്ന ഈ ദജ്ജാലുവിനെ കെസാബൂനകള് ഇവര് എന്തും പറയും. ഇവർ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആഖിറവും അത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ദുനിയാവ് കളയാതെ ആഖിറം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ യഥാർത്ഥ ദീനിലേക്ക് മടങ്ങുക എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അത്ഭുതകരമായ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സമുദായം. നല്ലൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പക്ഷേ ആ മേഖല നിങ്ങൾ അത്ര ചിന്തിച്ച് കാണില്ല, പക്ഷെ ചിന്തിക്കണം. ഖുർആനിലെ 49-ാം അധ്യായം
ഭയങ്കരമായിട്ട് അതിൽ കിട്ടിയൊരു ആശയം എന്ന് പറയുന്നത് 49-ാം അധ്യായം 14. വിശ്വാസികളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആളെന്ന് മനസ്സിലാക്കി. കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനൂ വലകിൻ ഖുലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. എന്താ അർത്ഥം അറിയോ? അറാബികളായ കാട്ടറബികളായ ആളുകൾ വന്നിട്ട് തിരുദൂതരോട് പറയാണ്, ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്, ഞങ്ങള് മുഅ്മിനുകളായിട്ടുണ്ട്, വിശ്വാസികളായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. അറാബികൾ വന്ന് പറഞ്ഞ ഞങ്ങൾ മുഅ്മിനായി. ഓല ഹൃദയ റസൂലിനറിയോ? ഇല്ല. ഓല മനസ്സ് റസൂലിനറിയോ? ഇല്ല. അതുകൊണ്ട് റസൂലുള്ള വിശ്വസിച്ചു. പക്ഷെ അവര് മുനാഫിക്കുകളായിരുന്നു. അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നബിക്ക് അറിയില്ല. നബിയുടെ മുമ്പിൽ വന്ന അറാബികളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ ഹൃദയം അല്ലേ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങയുടെ കൽബകമെന്നോവർ. അപ്പൊ റസൂലിന്റെ മേലെ മൊയ്തീൻ ശൈഖ് റസൂലിന്റെ അടുത്ത് വന്നു. അറാബികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ വിശ്വാസിയായി. ഒരു കള്ളം പറഞ്ഞതാ. അപ്പൊ അള്ളാഹ് ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുഅ്മിനൂ വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും. നബിയേ, ഓല് വിശ്വാസികളായിട്ടില്ല, ഒരു കളവ് പറയാ, മുസ്ലിമായി എന്ന് വേണേ പറഞ്ഞോട്ടെ. അപ്പോലെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ദൂതൻ എന്താ പറയണ്ടേ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ അറാബി നിന്റെ ഹൃദയം ഞാൻ കാണുമേ. എന്താ കാരണം? നബി മുവഹിദായിരുന്നു, ഈമാനുള്ള ആളായിരുന്നു, സ്വർഗം പ്രതീക്ഷിച്ച ആളായിരുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം വിചാരിച്ച ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിന്റെ ഹൃദയം അറിഞ്ഞില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഒരു സഹാബിയെയും ഒരു ജൂത പെണ്ണ് ക്ഷണിച്ചു കൊണ്ടുപോയി. ആടിന്റെ പുറകിൽ വിഷം ചേർത്തു, സഹാബിക്ക് കൊടുത്തു, നബിക്കും കൊടുത്തു. രണ്ടുപേരും കഴിച്ചു. നബിയുടെ സഹാബി മരിച്ചു വീണു. ചിന്തിക്കണം കേട്ടോ എല്ലാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി മരിച്ചു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പിടിച്ചു വെച്ചു. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച റസൂൽ പറയുന്നത്, ആയിഷ, ആ ജൂത വനിത തന്ന വിഷത്തിന്റെ അംശം ഇപ്പന്റെ വയറ്റിൽ കിടന്ന് തിളയ്ക്കുന്നു ആയിഷ. അവിടെ ഞാൻ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമസ്തക്കാരനാണോ വഹാബിയാണോ? നബി എന്താ പറയുന്നത്? ജൂത പെണ്ണെ, എന്റെ ഒക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ട്, ഞാന് മരിച്ചിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കാൻ പോകുന്ന മൊയ്തീൻ ശൈഖിന്റെ അവസ്ഥ തന്നെ ലോകത്തെല്ലാ മനുഷ്യരെയും ഹൃദയത്തിലുള്ളത് അറിയും. ആലോചിച്ച് നോക്കണേ നിങ്ങൾ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ അല്ല പറയാം 35-ാം അധ്യായം 22. എന്നിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് മൊയ്തീൻ ശൈഖിന് ഹൃദയത്തിലുള്ള റസൂലോ? റസൂൽ അറിഞ്ഞില്ല. വിഷം കൊടുത്ത പെണ്ണിനോട് അറിഞ്ഞോ? എന്റെ ഹൃദയത്തിൽ അറിയാം, നീ വിഷം തരാൻ പോവല്ലേ? എല്ലാ സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലതൊക്കെ അറിഞ്ഞല്ലോ. റസൂലുകൾക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തത് എന്നതാണ് എന്ന് റസൂൽ വഹി അനുസരിച്ച് പറഞ്ഞു കൊടുത്തു. അതാർക്കും പറയാൻ പറ്റാത്തത്. ഇനി ഉഹുദ് യുദ്ധം നടക്കുകയാണ്. ഉഹുദ് യുദ്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടക്കിണറിലേക്ക് വീണുപോയി, പല്ല് പോയി, പല അപകടങ്ങളുണ്ടായി. സഹാബത്ത് ഛിന്ന ഭിന്നമായോടി. അപ്പൊ റസൂൽ അവരെ ഉറക്ക വിളിച്ചു, ഏയ്, ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല, വരൂ. ആ നബിയുടെ വിളി പോലും ജീവിച്ചിരിക്കുന്ന സഹാബത്തിന് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ പറ്റിയില്ല. ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ പറ്റിയില്ല. നബിയുടെ വിളി സഹാബത്തിന് ജീവിച്ച് ഈ സഹാബി അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, അവരൊക്കെ തന്നെ മഹാന്മാരായ ഔലിയാക്കള്, ഓൾക്ക് നബിയുടെ വിളി കേൾക്കാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കി നിങ്ങള്. ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മലക്കുകൾ വേഷം മാറി വേഗം പോയിട്ട് കാളക്കുട്ടിയെ പൊരിച്ച് കൊണ്ടയച്ചു. അവര് തിന്നാതായപ്പോ ഇബ്രാഹിം നബിക്ക് ഭയം തോന്നി. ഇതാരാണ്? അക്രമികളാണോ, ശത്രുക്കളാണോ, വേറെന്തെങ്കിലും ഉദ്ദേശമാണോ എന്നൊക്കെ ഇബ്രാഹിം നബി ഖുർആനാ പറയണേ. അപ്പൊ ഇബ്രാഹിം നബി അവര് വെക്കാതെ ചോദിച്ചു, എന്താ തിന്നാത്തത്? അവർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളല്ല ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ്, മലക്കുകളാണ്. ഞങ്ങൾ ഇന്ന കാര്യത്തിന് വന്നാണ്, താങ്കൾക്ക് കുട്ടി ഉണ്ടാവണം എന്നുള്ള സന്തോഷ വാർത്തയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാനാണ് വരുന്നത്. കണ്ടോ, ഖലീലുള്ള അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഇബ്രാഹിം നബിക്ക് അത് കഴിയുന്നില്ല. ഇനി ലൂത്ത് നബിയുടെ അടുത്ത് നല്ല സുന്ദരന്മാരായി സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുന്നവർക്ക് കണ്ടാ പൂതി തോന്നുന്ന വിധത്തിൽ മലക്കുകൾ അവിടെ എത്തും. അള്ളാഹ് പറയാം,
ഏറ്റവും സുന്ദരന്മാരായി സ്വർഗ്ഗഗതിയിൽ ഏർപ്പെടുന്നവർ ഓടിപ്പോയി പിടിക്കുമാറ് മലക്കുകളെ സുന്ദരന്മാരായി അല്ലാഹു. ലൂത്ത് നബിക്ക് മനസ്സിലായില്ല, അവർ വന്ന് അവരെ ആക്രമിക്കാന്ന്. ലൂത്ത് നബിന്റെ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു തരാം, ഇവരുടെ അതിഥികളാ, തോന്നിയാസം കാണിക്കില്ലേ. ആ ഭൂമിനെ ഇങ്ങനെ കീമേൽ ചെറുകൊണ്ട് മറയ്ക്കാൻ വന്ന മലക്കുകളാന്ന് ലൂത്ത് നബിക്ക് അറിയോ? നബി ഇറാ ഗുഹയെന്ന് വന്നത് ഇവിടെ റായി പറയണ്ടേ. ജമ്മിലുനിയ ഖദീജ, ഞാൻ അവിടെ ഓർത്തൊരു പോയിന്റ് എന്താ അറിയുന്നത്, ഈ പുതപ്പിട്ട് മൂടി കിടത്തിയ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് ഒരു കറുത്ത പുതപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും പറയേണ്ടത് എന്താണ്? നബിയെ, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയെ, പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ ആലസ്യത്തിന്റെ മൂടുപടങ്ങളിൽ എഴുന്നേൽക്കും. ശരിക്കും നബിയോട് എന്താ പറയേണ്ടത്? അതെ, ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ കറുത്ത പുറപ്പല്ല, ഒരു പച്ചപ്പുറപ്പ്. അന്തിമ ദൂതനാണ്. ആ പച്ചപ്പുറപ്പൊക്കെ പൊറിച്ചിട്ട് ഒരു പർണശാല ഉണ്ടാക്കിയിട്ട് മാല അയൽപ്പക്കത്ത് ഇന്നടത്ത് നാളെ ആ സാധുവിനെ തെറ്റിക്കുക. നോക്ക്, നബിയോട് അല്ല എന്താ പറഞ്ഞത്? പുതപ്പിട്ട് മൂടി കിടക്കാനല്ല, പച്ചപ്പുറപ്പും വെച്ച് നടക്കാനല്ല, ജനങ്ങളിലേക്ക് ചെല്ലും. അവിടെ എനിക്ക് തോന്നിയ അത്ഭുതം എന്താ അറിയോ? തങ്ങന്മാരൊക്കെ തേടി നമ്മൾ അങ്ങോട്ട് പോലല്ലേ, അല്ലേ അല്ലേ? മുഹമ്മദ് നബിയോട് അല്ല പറയുന്നത് ജനങ്ങളെ തേടി അങ്ങോട്ട് ചെല്ലുക. ഇതൊരു നബിയാണ്, അങ്ങാടിയിലൂടെ നടക്കുന്ന നബി. ഞങ്ങളൊക്കെ മീൻ വാങ്ങാൻ പോലെ, ഞങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ മുതൽ അങ്ങാടി പോയി മീൻ വാങ്ങും, പച്ചക്കറി വാങ്ങും. ഞങ്ങൾ അങ്ങാടി കൂടെ നടക്കും. അമ്പിയാക്കൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര തങ്ങന്മാർ നടക്കും? നിങ്ങളെ വലിയ ഉസ്താദ് അങ്ങാടി കൂടെ നടക്കും. ഇന്ന് ലോകത്ത് കിട്ടാൻ ഏറ്റവും മുന്തിയ കാറിലല്ലാതെ മൂപ്പരെ ചന്തി ഉന്നോ? ചിന്തിക്കുക, നല്ലോണം ആലോചിക്കുക, നല്ലോണം ചിന്തിക്കുക. ഇസ്ലാം എന്താണ്? ഇസ്ലാം എന്താണ്?